പാർട്ട്ണർ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിനകത്താണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല ഇതേപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇവർക്ക് ഉള്ളതായിട്ട്. ഇപ്പൊ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് കാരണം അപ്പുറത്തുള്ള ആളെ ഓൾറെഡി മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ. ആ ഒരു പാർട്ട്ണർ അബ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, ഫിസിക്കൽ അബ്യൂസ്. ഫാമിലിയിൽ ഇത് അറിയിച്ചപ്പോഴത്തേക്കും ഭർത്താവുമ്പോൾ ചെറുതൊന്നോ രണ്ടോ ഒക്കെ തന്നൊക്കെ ഇരിക്കും, അങ്ങ് സഹിച്ചൂടെ? കേൾക്കുന്ന ആൾക്കാർ അറിയത്തില്ല. ഈ കേൾക്കുന്ന ആൾ ആദ്യം വന്നൊന്ന് മേടിച്ചു നോക്കും, എന്നിട്ട് വേറെ സഹിച്ചിരിക്കാൻ പറ്റുമെന്ന്. അവർ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ളൊരു കണ്ടീഷൻ നിനക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യം, ക്ലീഷേ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. 2 അഫയറുകൾ ഉണ്ടായിരുന്നല്ലേ. ഒന്നാദ്യം കണ്ടുപിടിച്ചു, പിന്നീട് വേറെ കണ്ടുപിടിച്ചു. ആൻഡ് ദിസ് ഗൈ ഈസ് ലൈക്ക് എ ക്ലിങ്ങി കൈൻഡ് ഓഫ് എ പേഴ്സൺ ഓൾസോ. ലൈക്ക് ആ ഒരു നാർസിസിസ്റ്റിൻ്റെ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും ക്ലിങ്ങിനെസ്സും കാണിക്കും, ചിലപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കും. ഈ നാർസിസിസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നോൺ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാവാം. അവർക്ക് അങ്ങനെയൊക്കെ പറ്റും. നമ്മുടെ പാർട്ട്ണർ മാത്രം നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാവാം എന്നേ പറയുന്നുള്ളൂ, ഉണ്ടാകും എന്ന ഒരു ഉറപ്പിച്ചൊരു പറച്ചിൽ ഞാൻ പറയുന്നില്ല. ഉണ്ടാകാം. മെജോറിറ്റി അനുസരിച്ച് എങ്ങനെയാ? മെജോറിറ്റി ഇതുവരെ കണ്ടതിനകത്ത് വെച്ചിട്ട് ഞാൻ ആ ഒരു വ്യക്തിക്ക് കേട്ടിട്ടില്ല. ലൈക്ക് പാർട്ട്ണർ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിനകത്താണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല ഇതേപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇവർക്ക് ഉള്ളതായിട്ട്. മേ ബി ദേ കുഡ്. അല്ല, ഇപ്പൊ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് മാനേജ് ചെയ്യാൻ കാരണം അപ്പുറത്തുള്ള ആളെ ഓൾറെഡി മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ഈ ഒരു മറ്റു ബന്ധങ്ങളുണ്ടെങ്കിൽ വളരെ മനോഹരമായി അത് ലൈഫിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ തൻ്റെ സ്വന്തം പാർട്ട്ണറിലേക്ക് എത്താത്ത രീതിയിൽ തന്നെ. Actually, I knew someone who was doing something like that. ഞാൻ ഒരു ക്ലയൻറ്റ് ആക്ച്വലി എന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് മാനിപ്പുലേഷൻ തന്നെയാണ്, പക്കാ മാനിപ്പുലേഷൻ. ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 7 വർഷം റിലേഷൻ, മാരേജ് അറേഞ്ച് മാരേജ് ആയിരുന്നു. 7 വർഷമായി. മാരേജ് കഴിഞ്ഞിട്ട് ഒരു 3rd ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവുകയാണ് ഹസ്ബൻഡിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. And he was such a manipulator that he made it as if ലൈക്ക് പുള്ളിക്കാരി എന്ന് പറയുന്നത് ആളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കുന്നു എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നെത്തി. സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള കഥകൾ കേട്ടിട്ട് പോലും എനിക്ക് മുന്നോട്ടേക്ക് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ വന്നെത്തി. മുന്നോട്ടേക്ക് പോകായിരുന്നു. 4th ഇയറായി, 5th ഇയറായി, 6th ഇയറായി, 7th ഇയറിലാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. 7th ഇയറിൽ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലൈക്ക് എൻ്റെ അടുത്ത് വന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വന്നിട്ട് കോൺവെർസേഷൻ തുടങ്ങി ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഐ തിങ്ക് ഒരു തേർഡ് സെഷനൊക്കെ ആവുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഫാമിലി ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ട്രെയ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ബിഹേവിയറൽ ട്രെയ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി ഇങ്ങനെ ഒരു ഹൈലി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ് നൗ ആക്ച്വലി ദേ ആർ ഫൈൻ. അല്ല, ഇങ്ങനത്തെ ആൾക്കാർക്ക് നോൺ മാരിറ്റൽ അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാലും മറ്റ് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർ ആ ബന്ധത്തിലപ്പോൾ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? ഭാര്യയോട് ഇങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനൊക്കെ കൊടുത്ത് അവരെ നമ്മുടെ ലൈഫിൽ ഒതുക്കി നിർത്തുന്ന ഒരാൾ. അവർക്ക് മറ്റ് സമൂഹ ബന്ധം അല്ലെങ്കിൽ സമൂഹപരമായി അത്രയധികം കാര്യങ്ങൾ ഇടപെടുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇയാളാണ് ലോകം. അപ്പോൾ ഇയാൾക്ക് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ആൾക്കാരോട് എങ്ങനെയായിരിക്കും? ഫ്രീ ആയിരിക്കും? അവർ ലൈക്ക് പക്കാ മാനിപ്പുലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവർ ആ ഓപ്പോസിറ്റിരിക്കുന്ന വ്യക്തിയെടുത്ത് ഈ ട്രീറ്റ് ഒന്നും കാണിക്കാതെ ഡീസൻ്റായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന രീതിയിലാണ്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും മനസ്സിലാവും, ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന സാഹചര്യം വരെ ലൈക്ക് അവരായിരിക്കും പെർഫെക്റ്റ് ആയി. എത്ര ബന്ധങ്ങളിലേക്ക് പോകാൻ പറ്റും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക്? കാൺസേ ഫോർ ഷോ. ആ ഒരു വ്യക്തിക്ക് ഐ തിങ്ക് 2 ആളുകളുടെ അടുത്തുണ്ടായിരുന്നു, 2 എക്സ്ട്രാ, വൈഫ് അല്ലാതെ 2 പേരുടെ അടുത്തുണ്ടായിരുന്നു. സോ അതങ്ങനെ ഒരു ഷുവർട്ടിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ 2 പേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 പേരോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ചാൻസസ് ഫോർ ബോത്ത് ടു ഹാപ്പൻ ലൈക്ക്. അല്ല, ഈ മിക്ക ഇത്തരം അഫെയറുകളുടെയൊക്കെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഇയാൾക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ കുടുംബക്കാർക്കോ ചിലപ്പോൾ ഭാര്യയ്ക്കോ ഒന്നും പോലും വിശ്വസിക്കാൻ പറ്റില്ല.
കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും അവർ ആ ഒരു ചുറ്റുപാടില്, അവരുടെ വർക്ക് സ്പേസിൽ, ഇവിടെയൊക്കെ അത്ര പെർഫെക്റ്റ് ആയിരിക്കും. വെരി ട്രൂ. ഈ വ്യക്തി അങ്ങനെ ആയിരുന്നു. ലൈക്ക് ആ വ്യക്തി യൂസ് ചെയ്ത മെറ്റഫർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു ദൈവക്കൂട്ടിൽ എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു പളുങ്ക് പാത്രം പൊട്ടുന്ന പോലെയാണ് എൻ്റെ ഉള്ളിൽ ആ ഒരു രൂപം ഫുള്ള് തകർന്നത്. ഈ വാക്കുകളാണ് ക്ലയൻ്റ് അവിടെ യൂസ് ചെയ്തത്. ദൈവത്തെ പോലെ കണ്ട ഭർത്താവാണ് തന്നെ ചതിച്ചത്. 2 അഫയറുകൾ ഉണ്ടായിരുന്നല്ലേ? ഒന്നാദ്യം കണ്ടുപിടിച്ചു, പിന്നീട് വേറെ കണ്ടുപിടിച്ചു, അങ്ങനെയായിരുന്നു. എന്നാലും എങ്ങനെയായിരിക്കും അവർക്ക് ലൈഫിൽ ഇപ്പുറത്തെ ജീവിതത്തിൽ മനോഹരമായിട്ട് ഇത്ര നാടകം കളിക്കാൻ പറ്റുന്നത്? അപ്പുറത്ത് ഈ പറയുന്ന 1-2 ആൾക്കാരെയൊക്കെ മാനേജ്, പൊതുവേ ആൾക്കാർക്ക് ഒരാളെ മാനേജ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിടത്ത് വളരെ ഇതിൻ്റെ യാതൊരുവിധ സൂചനകളും കൊടുക്കാതെ ഭാര്യയും മക്കളെയും സുഖമായിട്ട് നോക്കുന്നു, അവരെ കൺട്രോൾ ചെയ്യുന്നു, ഉത്തമമായ ഭർത്താവ്. എന്നിട്ട് അപ്പുറത്ത് 2-3 റിലേഷൻഷിപ്പുകളും. സമ്മതിക്കാൻ ഇങ്ങനത്തെ ആൾക്കാരെ, ഇവർക്ക് പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നും ഉണ്ടാവത്തില്ല ഇതില്? ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണെന്നുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അറിയാം, ലൈക്ക് അതിൻ്റെ ഒരു അപ്സും ഡൗൺസും എല്ലാം ഉണ്ട്. അത് മാരിറ്റൽ ലൈഫ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പീക്ക് ലെവലാണ് അപ്സും ഡൗൺസും വരുന്നത്. ഓഫ് കോഴ്സ് മാനേജ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയല്ല 3 വ്യക്തികൾ ഈ സെയിം രീതിയിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നെ കൊണ്ടൊന്നും ജന്മത്തെ പറ്റത്തില്ല. ഇങ്ങനെ ആളെ കണ്ടുപിടിച്ചു, ഇയാൾ നാർസിസ്റ്റിക് ആണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയെ ശരിയാക്കി എടുക്കാൻ നിൽക്കുന്നതാണോ അതോ ആ ഒരു ബന്ധത്തിൽ നിന്ന് പോകുന്നതാണോ നല്ലത്? ഡിപ്പെൻസ്. അപ്പോൾ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും വിട്ടുപോകാനായിട്ടൊരു മടി എന്നുള്ളത് മടി എന്ന് തന്നെ പറയാം. കാരണം ഒന്ന് സൊസൈറ്റൽ കണ്ടീഷനിങ് തന്നെയാണ്. ലൈക്ക് റീസെൻ്റ്ലി വന്നൊരു കേസ് എന്ന് പറയുന്നത് ഫാമിലി, നോർത്ത് ഇന്ത്യ ആണ്. ഫാമിലി പറയുന്നതെന്ന് പറഞ്ഞാൽ വൈ ഡു യു വോണ്ട് ടു ഡിവോഴ്സ്. അത് ആക്ച്വലി നാസ്റ്റിക് അല്ല, ബട്ട് സ്റ്റിൽ ദ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നെയാണ്. സെപ്പറേഷൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പറയുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ഇപ്പോഴേ വേണ്ട, ഒരു 4-5 വർഷം അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു താലി, പേരിനൊരു ഹസ്ബൻഡ് എന്നുള്ളൊരിത് കാണുമല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് അവരുടെ ഉള്ളിലുള്ളത്. അങ്ങനെ ഒരു സാധനം ഇവരുടെ ഉള്ളിലിട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സൊസൈറ്റി, ഫാമിലി, ഇതൊക്കെയാണ് മെയിൻലി പ്രശ്നം. അവരാണ് ഇങ്ങനെ ട്രാപ്പ് ചെയ്തിരുന്നത്. അവർ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ളൊരു കണ്ടീഷൻ, നിനക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യം. എൻ്റെ പല ക്ലയൻസും എൻ്റെ അടുത്ത് വന്ന് അവരുടെ ഇഷ്യൂസ് പറയുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ വീട്ടുകാരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. എന്തിന്? ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി പോവുക. എന്തിനാ വെറുതെ നിന്നിട്ട്? എന്തിന് ഇത്രയും സഹിച്ച് അവിടെ നിൽക്കണം? there was this case. ആ ഒരു പാർട്ട്ണർ അബ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, ഫിസിക്കൽ അബ്യൂസ്. ആ പാർട്ട്ണറിൻ്റെ ഫാമിലിയിൽ ഇത് അറിയിച്ചപ്പോഴത്തേക്കും ഭർത്താവാകുമ്പോൾ 1-2 ഒക്കെ തന്നെന്നൊക്കെ ഇരിക്കും. അതങ്ങ് സഹിച്ചൂടെ? ഇത് കൊള്ളുന്ന ആൾക്കറിയത്തില്ലല്ലോ, കൊള്ളുന്ന ആൾക്കേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. കേൾക്കുന്ന ആൾക്കറിയത്തില്ല. ഈ കേൾക്കുന്ന ആൾ ആദ്യം വന്നൊന്ന് മേടിച്ചു നോക്ക്, എന്നിട്ട് വേറെ സഹിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് ഇല്ല. അവർ പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞാൽ ഭാര്യമാരായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടുക്കളയിൽ, ആ ഒരു കൺസെപ്റ്റിലാണ് അവർ. ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ്. കുറേ ഇടത്തൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുള്ളവരുണ്ട്. എന്നാലും ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് ഉള്ളവർ എവിടുന്നോ എങ്ങനെയോ ആ ഒരു അമ്മമാരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പുറത്തോട്ട് അങ്ങോട്ട് കയറി വരും. ഭർത്താവുമ്പോൾ ഉത്തമയായ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലാണ് 1-2 അടിച്ചു നഗീരിക്കുക, അതങ്ങ് സഹിക്കുക. സ്നേഹം കൊണ്ടല്ലേ എന്ത് പറയും. എന്തായാലും ഇത്തരം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്താനുള്ള ഒരുപാട് ടിപ്സാണ് ഗോവിന്ദ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അയാളെ ശരിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മേ ബി ചാൻസ് ഉണ്ടായിരിക്കാം, അയാൾക്കും കൂടെ തോന്നിക്കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അയാൾക്ക് തോന്നി തിരിച്ചറിഞ്ഞ ബന്ധത്തിൽ നിങ്ങൾക്ക് തുടരാൻ പറ്റുകയാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ മാക്സിമം ഓടി രക്ഷപ്പെടുക എന്നൊക്കെ പറയാനുള്ളൂ. അല്ലാതെ അയാൾക്കോ തിരുത്താൻ താല്പര്യമില്ല, അയാൾ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും തിരുത്താൻ തോന്നുന്നത് ശ്രമിക്കുന്നത്. നിനക്കാണ് കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ദ സെയിം. ഞാനൊരു 3 ക്ലയൻസിൽ ഈ സെയിം ഡയലോഗ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ലൈക്ക് പാർട്ട്നേഴ്സ് രണ്ടുപേരും, ആദ്യം വൈഫ് ഒന്ന് സംസാരിച്ചു, പിന്നീട് ഹസ്ബൻഡ് ഒന്ന് സംസാരിച്ചു. അപ്പോൾ വൈഫ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് സംസാരിച്ച് തുടങ്ങുന്നത്. സംസാരിച്ചാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയുടെ കുറ്റം, അവളങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവളങ്ങനെ ചെയ്തു, അവളിങ്ങനെ ചെയ്തു, അവൾ മാത്രമാണ് പ്രശ്നം. അങ്ങനെ പറയുന്നവരെ ശ്രദ്ധിക്കുക. എല്ലാ കുറ്റം നമ്മുടെയാണെന്ന് പറയുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. അതെ, ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും ചികിത്സയ്ക്ക് കൊണ്ടുപോവുക. ഇത് രണ്ടുമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അതെ, ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദേ വോണ്ട് ഡെഫിനറ്റ്ലി അഗ്രി ടു ദാറ്റ്. സ്റ്റിൽ നോക്കുക. ആൻഡ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം, ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും നോക്കുക. ഇപ്പോൾ ലൈക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ അവൈലബിൾ ആണ്. പിന്നെ അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാലുള്ള പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് കുറേ പേര് കാണുന്നു. ബട്ട് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. വളരെ ക്ലോസസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് ഷെയർ ചെയ്യുക. ഇത് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറയും. കാരണം പറയുന്ന വ്യക്തി ശരിയല്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമെന്ന് വെച്ചോ, ചാൻസസ് ആർ ഇറ്റ് മൈറ്റ് ലീക്ക്. പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത്. നമ്മൾ ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞ് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഇവളെ പോക്ക, അല്ലെങ്കിൽ അവൻ പോക്ക, ഇവളുടെ കയ്യിലാണ് പ്രശ്നങ്ങൾ മുഴുവനും. അവര് പോയി തിരിച്ചു പറയുന്നത് ഇവരുടെ കുറ്റമായിരിക്കും, ഇവരാണ് പ്രശ്നം എന്നുള്ളത്. പിന്നീട് അത് ജഡ്ജ് ചെയ്ത് നമ്മളെ കുറ്റം പറയുമ്പോഴാണ് ഞാനിത് ആരോടാ പറഞ്ഞത്. പിന്നീട് നമ്മൾ ഒരാളോടും പറയാനൊരു ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. അതെ, അതാണ് പ്രധാന വിഷയം. ഈ ഇഷ്യൂ കാരണം, ഈ ഇഷ്യൂ അവർക്ക് മുന്നേ തന്നെ ചിന്തയിൽ വന്നതുകൊണ്ട് പലരും അത് പുറത്ത് പറയാൻ മടിക്കും. കറങ്ങി തിരിഞ്ഞ് അവർക്ക് തന്നെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ധരിക്കാൻ പോകുന്നത്. അതിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റോ സൈക്കോളജിസ്റ്റിനോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അവരാകുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യില്ല. ഫീൽഡിലുള്ള ആൾ കൗൺസിലേഴ്സിൻ്റെ അടുത്താവാം, നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്താവാം, നല്ല തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അവരുടെ അടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും.